പിതാമഹൻ ഭീഷ്മർ, സൂര്യപുത്രൻ കർണൻ, ശകുനി, ദുര്യോധനൻ തുടങ്ങിയവർ. അവസാനമായി പുത്രന്മാരെ ഒരു നോക്ക് കാണാൻ യുദ്ധഭൂമിയിലേക്ക് എത്തുന്ന ഗാന്ധാരി. ജന്മം നൽകിയ മക്കളുടെ ജഡം കാണാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യം നിന്നെ ശപിക്കുന്നു കൃഷ്ണ. നീ നോക്കി നിൽക്കെ നിന്റെ യദുകുലവും ഇതുപോലെ പരസ്പരം യുദ്ധം ചെയ്ത് നശിക്കുന്നതായിരിക്കും. നിന്റെ പുത്രന്മാരും നീ നോക്കി നിൽക്കെ യമലോകം പ്രാപിക്കാൻ ഇടവരട്ടെ. എപ്രകാരം എന്റെ കണ്ണീരാൽ ഈ കുരുക്ഷേത്രം കുതിർന്നുവോ അപ്രകാരം തന്നെ നിന്റെ ദ്വാരകാനഗരിയും സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതായിരിക്കും. ഇത് നിനക്ക് ഈ അമ്മ നൽകുന്ന ശാപമാണ് കൃഷ്ണ. ഒരു മകനെയെങ്കിലും വധിക്കാതിരുമെങ്കിൽ കൃഷ്ണ, കർമ്മം ചെയ്യാനെങ്കിലും എനിക്കൊരു പുത്രനെ തരാമായിരുന്നില്ലേ? ദേവി ഗാന്ധാരി, പുത്രദുഃഖത്താൽ നീളുന്ന അമ്മയോട് ഞാൻ എന്ത് പറഞ്ഞാലും അതേ നിമിഷം സ്വീകാര്യമായി തീരുകയില്ല. പതിധർമ്മം നിഷ്ഠയോടെ പാലിച്ച ഗാന്ധാരി, പാതിവൃത്യത്തിന്റെ പരമകോടിയിൽ നിൽക്കുന്ന ഗാന്ധാരി ദേവിയുടെ വാക്കുകൾ ഒരിക്കലും അസത്യമായി തീരുകയുമില്ല. ഇതുപോലും നശിക്കും. എന്റെ ദ്വാരകാപുരി സമുദ്രത്തിനടിയിൽ അപ്രത്യക്ഷമാകും. അമ്മയുടെ ശാപവാക്കുകൾ ഞാനിതാ ശിരസ്സാ സ്വീകരിക്കുന്നു.
ഒരിക്കലും അങ്ങനെ പറയരുത്. ഇതുപോലെ നാശം അനിവാര്യമാണ്. ദ്വാരക സമുദ്രം വീഴുക എന്നതും സംഭവിക്കേണ്ടതാണ്. അതിന് ഗാന്ധാരി ദേവിയുടെ നിമിത്തമായി നോക്കാം. അമ്മയുടെ പുത്രന്മാർ മൃത്യു പ്രാപിക്കാൻ കാരണം അവനവൻ ചെയ്ത അധർമ്മവും അമ്മയുടെ കർമ്മവുമാണ്. അതെ, എന്തെന്നാൽ സ്വന്തം മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക എന്നത് ഒരമ്മയുടെ കടമയാണ്. അവരെ ധർമ്മത്തിന്റെ പാതയിലേക്ക് നടത്തുക എന്നതും ഒരമ്മയുടെ കടമ തന്നെയല്ലേ? അമ്മ പതിധർമ്മത്തിന്റെ പേരിൽ സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി അവരെ തെറ്റിലേക്ക് നയിച്ചത് ഒന്നാമത്തെ അധർമ്മം. ഒരു സ്ത്രീയെ രാജധാനിയിലിട്ട് പുത്രന്മാർ വസ്ത്രാക്ഷേപം നടത്തി അവളുടെ പാതിവൃത്യത്തെ അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടി നിശബ്ദയായിരുന്നത് രണ്ടാമത്തെ അധർമ്മം. ശകുനിയുടെ കൂടെ ചേർന്ന് ചൂതുകളിൽ ചതി നടത്തി പാണ്ഡവരെ വനവാസത്തിലേക്ക് അയച്ചപ്പോൾ സത്യം അന്വേഷിക്കാൻ ഗാന്ധാരി ദേവി എന്ന മഹാറാണി ശ്രമിക്കാതിരുന്നത് മൂന്നാമത്തെ അധർമ്മം. ഒരു തവണയെങ്കിലും കണ്ണുകൾ തുറന്ന പുത്രന്മാരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പുത്രനെങ്കിലും നേർവഴിക്ക് ധർമ്മത്തിന്റെ പാത സ്വീകരിക്കുമായിരുന്നില്ലേ? ഗാന്ധാരി ദുഃഖത്തിന് കാരണം ഗാന്ധാരി ദേവി തന്നെയാണ്, അല്ലാതെ ശ്രീകൃഷ്ണനായ ഞാനല്ല.